പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ഒരു ശക്തമായ ഒരു ശുശ്രൂഷയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശരിക്കും അതിശക്തമായ ഒരു ശുശ്രൂഷ കർത്താവിൻ്റെ കൃപയാൽ നടത്താനായിട്ട് ദൈവം ഇടയാക്കി. ഓരോ ശുശ്രൂഷയും കഴിയുമ്പോൾ ഞാൻ ഈശോയ്ക്ക് നന്ദി പറയേണ്ട. കർത്താവെ, ആ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്ന ഈ ഡെലിവറൻസും അതുപോലെ തന്നെ എക്സോർസിസും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരുപാട് പ്രാർത്ഥന ആവശ്യമുണ്ട്. അച്ഛൻ്റെ തന്നെ ഒരു കഴിവിൽ ചെയ്യുന്ന ഒരു സംഭവമല്ല, അച്ഛനൊന്നുമല്ല. പക്ഷേ ദൈവം അച്ഛനെ ഉപയോഗിക്കുന്നു. അതെങ്ങനെ? നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിലൂടെയാണ്. ദൈവം, നിങ്ങൾ പുണ്യപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ശരിക്കും അച്ഛനുണ്ടെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛന് ശരിക്ക് കർത്താവിൻ്റെ ദയയാൽ ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത്, വെള്ളിയാഴ്ചയാണ്, നോമ്പ് ഉപവാസമൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമ 1:11. അവിടെ വചനം, അതായത് റോമക്കാരെ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ ഒരു കാര്യം അവിടെ വചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ, നിങ്ങളെ ശരിക്ക് ബലപ്പെടുത്തുവാൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഒരപ്പൻ, ഇപ്പം മക്കളൊക്കെ വിദേശത്തും മറ്റൊക്കെ അല്ലേ, അപ്പോൾ ശരിക്ക് നമ്മൾ നിന്നെ കാണാൻ കൊതിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ കാണാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ, വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ എന്തെങ്കിലും ആത്മീയവരം. അത് വിശ്വാസത്തിന്റെ വരങ്ങളായിരിക്കാം, ചിലപ്പോൾ ബോധ്യങ്ങളായിരിക്കാം, ചിലപ്പോൾ മറ്റു അഭിഷേകങ്ങളായിരിക്കാം, ചിലപ്പോൾ വചനം വായിക്കാനുള്ള ഒരു കൃപയായിരിക്കാം, കുദാശകള് ഒരു ഭയങ്കരമായ ഒരു അനോയിന്റിംഗിൽ സ്വീകരിക്കാനുള്ള കൃപയായിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു ആത്മീയ വരം, പ്രിയ അപ്പ, പ്രിയ അമ്മ, നിന്റെ മകനെ കാണുമ്പോൾ, നിന്റെ മകളെ കാണുമ്പോൾ, നിന്റെ പേരക്കുട്ടിയെ കാണുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ദാഹം, നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയവരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ, ചുമ്മാ കാണാനല്ല, ആത്മീയവരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ, ഈ കാലഘട്ടത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഒന്ന് നമ്മൾ ശക്തമായിട്ട് ശരിക്കും ദൈവാത്മാവിനാൽ നിറയപ്പെടണം. ആത്മീയ വരങ്ങൾ ഉപയോഗിച്ച് പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശ്വാസത്തിൽ കുറേ കൂടി ആഴപ്പെടാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. അത് മാത്രം പോരാ, നമ്മുടെ മക്കളിലേക്ക് ഇത് പകർന്നു കൊടുക്കുക എന്നത് മാത്രമാണ് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളി നേരിടാനുള്ള. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ഒരു ശുശ്രൂഷകനും കൂടി ഞങ്ങൾ വാഗമണിൽ കുരിശുമലയിൽ ധ്യാനിക്കാൻ പോയപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ പാംപ്ലാനി പിതാവ്, നിങ്ങൾക്കറിയാലോ, ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്നാണ് പിതാവിനെ സാധാരണ പറയുക. എല്ലാ വിഷയത്തെക്കുറിച്ചും പിതാവിന് അറിവുണ്ട്. അതിൽ ഷാലോമിൽ CCAT എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്, നിങ്ങൾ പറ്റുവാണെങ്കിൽ അതിൽ കറ്റീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അവർക്കൊരു ആഗ്രഹമില്ല എന്ന്, ഈ ആഗ്രഹം ഉണ്ടാകാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു യുവ അധ്യാപകൻ ചോദിക്കുകയാണ്. അതിന് പിതാവ് നൽകുന്ന മറുപടി ഭയങ്കര ചിന്തോദീപകമാണ്. പിതാവ് പറയായിരുന്നു, ഒന്നാമത്തെ കാര്യം എന്താണെങ്കിൽ, ഈ യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷയില്ല. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ചിലപ്പോഴെങ്കിലും വൈദികര് അല്ലെങ്കിൽ കറ്റീസം ടീച്ചേഴ്സ്, പാരൻസ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്തോ ഒരു കുഴപ്പം. പുറത്താരോടും പറയണ്ട, ഇങ്ങനെ ഞാൻ പറഞ്ഞതല്ല, പിതാവ് ശാലോം CCAT പറയുന്നത് ഞാൻ കേട്ടതാണ്. രണ്ടാമത് പിതാവ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സ്കൂളിലാണെങ്കിലും അവരുടെ പാഠ്യ വിഷയങ്ങളിലാണെങ്കിലൊക്കെ നിരീശ്വരത്വം കുത്തിവെച്ച്, അതായത് എല്ലാ ധാർമ്മികതയെയും കാറ്റിൽ പറത്തുന്ന രീതിയിൽ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ച്, LGBT-യെക്കുറിച്ച്, എല്ലാത്തിനെ കുറിച്ച് നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർ ശരിക്ക് അവർക്ക് നമ്മുടെ കുട്ടികളെ ഇങ്ങനെയൊക്കെ ഇത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിലാണെങ്കിലും അവർ കുറേ പേര് കുട്ടികളൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നൊക്കെ വെളിപ്പെടുത്തുകയുണ്ടായി. പ്രിയ സഹോദരങ്ങളെ, കാലഘട്ടം വളരെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ രീതിയിലുള്ള ഈ ഒരു കാലഘട്ടത്തിൻ്റെ അഭിഷേകം ഉപയോഗിച്ചാൽ മാത്രമാണ്. ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം നമ്മൾ ഒരു 10 വർഷം മുമ്പത്തെ അഭിഷേകം ഉപയോഗിച്ച് ഇന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ പ്രതികൂലങ്ങളെ, പിശാചിൻ്റെ കുതന്ത്രങ്ങൾ അതിജീവിക്കാൻ പറ്റില്ല. ഇന്നിൻ്റെ ആയുധങ്ങൾ, പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ, അതായത് ലേറ്റസ്റ്റ് എഡീഷൻ എന്ന് പറയില്ലേ, നമ്മുടെ ഇത് ലേറ്റസ്റ്റ്, അച്ഛാ ഇപ്പോൾ ഒരു കാർ എടുക്കാൻ പോകുന്നത് പറയും, അച്ഛാ ഇത് ലേറ്റസ്റ്റ് എഡീഷനാണ് കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണെന്ന് പറയില്ലേ. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡീഷനിൽ വെച്ചിട്ട് ശുശ്രൂഷ വരങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്താൽ മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ. അതിനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനം നന്നായിട്ട് പഠിച്ചേക്കണം. റോമ 1:11. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എന്നേക്കും ആമേൻ.